ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ഝാൻസി ഫോർട്ട് കാണാൻ പോവാം കേട്ടോ. അൻഷുട്ടൻ വലിയ സന്തോഷത്തിലാണ്. അങ്ങനെ ഞാനും ഏട്ടനും അൻഷുട്ടനും കൂടി ഝാൻസി ഫോർട്ട് കാണാൻ പോകുന്നു. ഇത് ഝാൻസി ഫോർട്ടിൻ്റെ ബാക്ക് സൈഡാട്ടോ. വലിയ കോട്ടയാണ്. ഈ ടൈമിലൊക്കെ ഭയങ്കര തിരക്കാട്ടോ. അങ്ങനെ ഞങ്ങൾ ഝാൻസി ഫോർട്ടിൻ്റെ മുൻവശത്തെത്തി. അത്രയും വലിയ കോട്ടയാണ്. ആളുകളൊക്കെ കണ്ട് മടങ്ങി വരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ നോക്കിയപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു ടൈം കഴിഞ്ഞിരിക്കണു, 5 മണി മുതൽ 6 മണി വരെയാണെന്ന്. അങ്ങനെ 5 മണിയല്ല, 6 മണി വരെയുള്ള ടൈമുള്ളൂ എന്ന്. 6 മണിക്ക് ശേഷം ലൈറ്റ് ആൻഡ് സൗണ്ട് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, താഴെ ഒരു പാർക്കുണ്ടായിരുന്നു, ബിപിൻ റാവത്തിൻ്റെ, പുതിയതായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ അവിടേക്ക് പോയി. ഇതാട്ടോ ബിപിൻ റാവത്ത് പാർക്ക്. പക്ഷെ ഇവിടുത്തെ സൗണ്ടും എന്താ പറയുക, ഈ സോങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ചിട്ട് ഭയങ്കര സങ്കടത്തിലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ നടക്കാൻ തുടങ്ങി. പിന്നെ ട്രെയിനിൽ കയറണം പറഞ്ഞപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറി. ഈ ട്രെയിനിൽ കൂടെ തന്നെ പോകുമ്പോൾ തന്നെ നമുക്ക് ഝാൻസി ഫോർട്ടിൻ്റെ ബാക്ക് സൈഡ് നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇതാട്ടോ ഝാൻസി ഫോർട്ടിൻ്റെ ബാക്ക് സൈഡ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അൻഷുട്ടൻ വളരെ സന്തോഷത്തിലായിരുന്നു. അവന് ട്രെയിനിലൊക്കെ കയറുമ്പം പാട്ട് പാടിയിട്ടും ഡാൻസ് കളിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു. പിന്നെ അവന് ഊഞ്ഞാലാടണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി ജമ്പിങ് ചെയ്യണ്ടായിരുന്നു. അത് വോയിസ് ചെയ്യുമ്പോൾ എൻ്റെ മോൻ അൻഷുട്ടൻ ഓരോന്ന് പറയുന്നു. അവൻ്റെ സൗണ്ടൊക്കെ കേൾക്കുക അതിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെ അൻഷുട്ടനെ ഫോട്ടോ എടുക്കണം പറഞ്ഞ് അവൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഒരു ഊഞ്ഞാലുണ്ട് കേട്ടോ, ഊഞ്ഞാലിൽ കയറണം പറഞ്ഞു. കയറാൻ അവന് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അവനെ കിടത്തി, ഇരിക്കല്ലായിരുന്നു, ഞാൻ അവനെ കിടത്തി ഇതിന് കുറച്ചേരം ആട്ടിക്കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കുറച്ചേരം ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ ഞങ്ങൾ പോയി, വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.